മുരാരി ബാബു എന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെയും ഉണ്ണികൃഷ്ണൻ പോച്ചി എന്ന് പറയുന്ന ശബരിമലയിലെ ഒരു ബിംബത്തെയും മാത്രം അറസ്റ്റ് ചെയ്ത് ഈ കേസ് അവസാനിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ഭക്തരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രത്തോളം വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. 41 ദിവസത്തെ വ്രതമെടുത്ത് കല്ലും മുള്ളും നിറഞ്ഞ കാനന പാത താണ്ടി അയ്യപ്പ മന്ത്രങ്ങൾ ഉരുവിട്ട് ശബരിമല സന്നിധാനത്തേക്കെത്തി 18 പടി ചവിട്ടി അയ്യപ്പന്റെ തിരുമുന്നിലെത്തി തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അയ്യപ്പനോട് പറഞ്ഞ് മലയിറങ്ങുന്ന അയ്യപ്പ ഭക്തനെ കബളിപ്പിക്കുന്ന വഞ്ചിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് മുരാരി ബാബു അടക്കമുള്ളവർ ഇപ്പോൾ പ്രതിസ്ഥാനത്തായിരിക്കുന്നത്. ശബരിമല അയ്യപ്പന് ഭക്തർ കാണിക്കയായി നൽകിയ സ്വർണം ശബരിമലയിൽ നിന്ന് മോഷണം പോയിരിക്കുന്നു.